ഹായ് ഹലോ നമസ്കാരം. ഇന്ന് നമ്മളുള്ളത് ബാംഗ്ലൂരുള്ള സർപോഷിലാണ് കേട്ടോ. ഇതൊരു കശ്മീരി റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് നല്ല ഒത്തൻറ്റിക് ആയിട്ട് കശ്മീരി ഫുഡ് കഴിക്കാനായിട്ടാണ് കേട്ടോ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഡിന്നറിനാണ് വന്നിരിക്കുന്നത്. ഒരു 7:30 ഒക്കെ ആയപ്പോഴാണ് നമ്മൾ എത്തിയത്. അപ്പം നമ്മൾ സർപോഷിലേക്ക് കയറാൻ പോവുകയാണ്. ഇതൊരു ബ്യൂട്ടിഫുൾ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. അകത്തൊക്കെ സൂപ്പർ ആംബിയൻസ് ആണ്, അതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ പതിവുപോലെ തന്നെ ആ ടേബിളിലേക്ക് ഇരിക്കാമെന്ന് വിചാരിച്ച് ഇരിക്കാൻ പോകുമായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്ക് ടേബിൾ വേണോ അതോ അവരുടെ ട്രഡീഷണൽ രീതിയിൽ താഴെ ഇരുന്ന് കഴിക്കുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ. അപ്പോൾ നമ്മൾ സൈഡിലേക്ക് നോക്കിയപ്പോൾ താഴെ ഇരുന്ന് കഴിക്കാനായിട്ട് അവിടെ ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ. അപ്പം ഒരു ചെറിയ ഒരു ടേബിൾ, അതായത് നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് കഴിക്കാൻ പാകത്തിന് ഒരു ചെറിയ ഒരു ടേബിൾ സെറ്റപ്പും അവിടെ ഇങ്ങനെ താഴെ ഇരുന്ന് കഴിക്കാം. ചില അറബിക് റെസ്റ്റോറൻറ്റ്സിലൊക്കെ നമ്മളിത് കണ്ടിട്ടുണ്ട്, വളരെ റെയറായിട്ട്. പക്ഷേ ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് ഇരുന്ന് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി അതിൻ്റെ ഇൻറ്റീരിയർ നോക്കുവാണെങ്കിൽ ഒത്തിരി അവരുടെ ഒരു കശ്മീരി കൾച്ചറിൻ്റെ ഒത്തിരി സംഭവങ്ങൾ, ഒത്തിരി സാധനങ്ങൾ കാണാം കേട്ടോ. അവിടെ ആ വെച്ചിരിക്കുന്ന ആ ഷെൽഫിലും അവിടെ ഇൻറ്റീരിയറായിട്ട് വെച്ചിരിക്കുന്ന സംഭവങ്ങളും പിന്നെ അവരുടെ കുക്കിങ്ങിൻ്റെ കുറേ പടങ്ങളൊക്കെ ഭിത്തിയിലൊക്കെ ഉണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു കാണാനായിട്ട് അതിൻ്റെ ഫുൾ സംഭവങ്ങൾ. അതിൻ്റെ ഈ ഒരു സംഭവങ്ങളൊക്കെ നോക്കിയിട്ട് ഇതൊക്കെ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. ഒരു നിമിഷത്തേക്ക് ഞാൻ മണിച്ചിത്രത്താഴിലെ മറ്റേ ഗംഗാ മോങ്മൻ്റൊക്കെ ആയിപ്പോയായിരുന്നു. അതായത് ഇതൊക്കെ പെറുക്കി എടുത്തുകൊണ്ട് വീട്ടിൽ പോരണം എന്നൊക്കെ എനിക്ക് തോന്നിയായിരുന്നു. അങ്ങനെ പോരാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അവിടെ വിട്ടു. ഓക്കെ, അപ്പോൾ ഞങ്ങൾ എന്തായാലും അവിടെ ഇരുന്ന് ഫുഡ് എൻജോയ് ചെയ്യാൻ പോവുകയാണ്. അപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഒരു പ്ലാറ്ററാണ് കേട്ടോ. അപ്പം നമ്മളൊരു പ്ലാറ്ററാണ് ഓർഡർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതൊരു കോപ്പർ പ്ലേറ്റിലാണ് അവർ കൊണ്ടുപോയി വെച്ചത്. നോക്കി എന്ത് ഭംഗിയാന്ന് നോക്കി ആ പ്ലേറ്റ് കാണാനായിട്ട്. എന്നിട്ട് നമുക്ക് ആ പുള്ളി തന്നെ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു കേട്ടോ. May I remove this? Yeah. These are tabak mas. Tabak mas. Yes, these are ribs of lamb, and this is the part of the platter which you have ordered, and this is a starter actually. Starter, Yes, okay. first is the tabak mas, and the second is the masi kebab Masi with kebab. 2 chutneys. This is the green chutney, and this is onion chutney. Okay. Yes, that's Nice. right. Thank you. May I serve? Yeah. വേറെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ നമ്മൾ ഒരു 1 to 2 പേഴ്സണിന് കഴിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്ററാണ് ഓർഡർ ചെയ്തത്. അപ്പം നമുക്ക് എല്ലാത്തിനും ഒരു സിംഗിൾ പീസ് സംഭവങ്ങളാണ് കേട്ടോ. അത് കൃത്യമായിട്ട് നമ്മൾ 3 പേരുണ്ടായിരുന്നു. നമ്മൾ കൃത്യമായിട്ട് 3 ആയിട്ട് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് ഓരോ പോർഷനും വെച്ച് തരും. അത് പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ ഒരു കോഫ്ത പോലത്തെ സാധനമൊക്കെ ഈക്വലി 3 ആയിട്ട് ഡിവൈഡ് ചെയ്ത് നമ്മുടെ പ്ലേറ്റിലേക്ക് വെച്ച് തരുന്നതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും നന്നായിട്ട് നമ്മളെ ഒരു റെസ്റ്റോറൻറ്റിൽ സൽക്കരിക്കുന്നത് കാണുന്നത്. ആ വേർഡ് തന്നെ ഞാൻ യൂസ് ചെയ്യുന്നു. അതായത് എക്സാക്ട്ലി ഒരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ അവർ എങ്ങനെ ഒരു ഹോസ്റ്റ് ചെയ്യോ അതേ രീതിയിലായിരുന്നു കേട്ടോ. സൂപ്പറായിരുന്നു. Thank you. The weddings as well as in functions. Okay. Almost there are 25 cuisines. 25 cuisines. Yes, and right now we serve in that restaurant. We have also the big platter. In that platter we have 7 dishes, Okay. 2 starters and 5 main course. Main course. Yes, and plus we have the 2 also. One is the labi kebab, and plus methi mas we have also. And all these cuisines we are calling the Kashmiri Wazwan. Kashmiri? Wazwan. Wazwan. Wazwan is actually 2 words, Waz and Wan. Waz we call the chef, that we call the Waza. Yes, as your language, as you know, the chef who cooks all these cuisines. Yeah, okay. And plus Wan is actually Kashmiri word, that is a shop Shop. where all these cuisines are prepared by the chef, that we Okay. call the Waza. Okay. Yes, and we have so many cuisines in that Wazwan. Oh. Wazwan is actually the name of the cuisine Cuisine. which we serve in marriages as well as in functions. Okay, nice. Yes, ma'am. And this is different dishes. It is separate from the all in the world which dishes we have.
is separate from this. Okay. Yes. Nice. And we use, if you have visited in time Kashmir, No. This is the when first you, time when I'm you having. coming in Kashmir, you taste different Oh, because the preparation is different from in Bangalore. Bangalore. Okay. We use the mutton that is we take from the Kashmir, and which mutton we serve in that restaurant that is lamb. Oh. But this lamb is fatty, little bit fatty. That is why you can differentiate. Differentiating. Yes, mutton between in Kashmir and and here. is in Bangalore. Bangalore. Yes, and the preparation is also different. We prepare all these cuisines on coal in Kashmir. Oh, yes. Yes, and right now we use the gas. Is also the difference. Okay. Yes, ma'am. You can enjoy and taste it. Thank you. Thank you. And the first gravy, first dish, first cuisine which you can take that we call the rista. This is meatball, medium spicy. This is minced mutton. And second is the rogan josh. This one is also medium spicy. Almost the gravy is almost same. Same. Okay. Yes. And the third is the mirchi kurma, spicy one. Not more than spicy, it is little bit spicy. Okay. Yes. And the last you can take that we call the goshtaba yakni. Actually, this is the royal delicious food, which is the main dish of royal families. families. That is why this dish is also served at the end of the meal. Okay. Yes, in Kashmiri Wazwan, when we serve in marriages, the poor persons can take that platter, which I'm already telling about that. The platter which we have already we serve in that restaurant that we call the Satsing Tray. In that platter there are 7 dishes, and this dish is served by our chef that we call the Waza. He is served by orderly. Okay. We have a sequence in that Kashmiri Wazwa. Okay. When we serve the platter, first we have in that platter there is rice, starter, and another dish we call the methi mas. This is bits of lamb, intestine and stomach. This one is, and after that the first dish which our Waza serve. This is the first dish which he serve. That is the rista. And when we finish this one, after that the rogan josh will come. josh. Third is mirchi kurma and goshtaba yakni. We have another one that we call the labi kebab. Okay. Yes, ma'am. So generally you eat with your hands or spoon? Yes, ma'am. We take we use hands. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനം. അവർ കൈ കഴുകാനായിട്ട് തരുന്ന സാധനമാണിത്. അവരുടെ വീടുകളിലും അവർ ഗസ്റ്റിനെ കൊണ്ട് കൈ കഴുകാൻ കൊടുക്കുന്ന സംഭവമാണിത്. ട്രഡീഷണലായിട്ട് നമ്മുടെ കോളാമ്പിയും വാൽക്കണ്ടിയും ആ ഒരു സാധനം ചെറിയ ചൂടുവെള്ളത്തിലാണ് നമ്മൾ കൈ കഴുകുന്നത് ഭക്ഷണത്തിന് മുമ്പ്. സോ നമുക്ക് കബാബ് കഴിക്കാം. നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ട് അവരുടെ ട്രഡീഷനും അവരുടെ രീതിയും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. അവർ കൈവച്ച് തന്നെയാണ് കഴിക്കുന്നത്. അപ്പം ഞാൻ ആദ്യം കബാബ് കഴിക്കാം. മിൻസ്ഡ് മട്ടൺ വെച്ചിട്ടുള്ള കബാബ്. ഇത് അങ്ങനെ ഓവർ സ്പൈസി അല്ല, ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റിയാണ്. മട്ടനൊക്കെ നന്നായിട്ട് മിൻസ് ചെയ്തിട്ട് അടിപൊളി ടേസ്റ്റ് ഉണ്ട്. സൂപ്പർ സാധനം. നമ്മുടെ മീൻ ചട്നി വെച്ചിട്ട് കഴിക്കാം. അതിൻ്റെ കൂടെ നമുക്ക് 2 ടൈപ്പ് ഓഫ് ഒരു ഇത് തന്നിട്ടുണ്ട്. നോക്കാം. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടൊരു സാധനം കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ഇതിന്. ഇതൊന്ന് കഴിച്ചു നോക്കാം. എല്ലാം സൂപ്പർ. ഇനി മറിയത്തിന് ഇത് ഇഷ്ടമായെന്ന് ചോദിച്ചു നോക്കാം. മറിയം കബാബ് കഴിച്ചു നോക്കിയേക്ക്. മട്ടനല്ലേ? മട്ടനാണ് മട്ടൻ. എനിക്ക് മട്ടൻ വളരെ ഇഷ്ടം. എൻ്റെ പേരൊക്കെ സത്യം പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും പേരൊന്നും ഞാൻ ഓർക്കുന്നില്ല, മറന്നുപോയി. പക്ഷെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. അതുകൊണ്ട് തന്നെ ഒന്നുമില്ല, നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ്, നല്ലതാണ്, നല്ല കംഫർട്ടബിളാണ് കഴിക്കാൻ. പിന്നെ ഇതിൽ ഇങ്ങനെ തൊള്ള പോലെയാണ് കേട്ടോ കാണിക്കുന്നത്. അതിൻ്റെ ഉള്ളിലുള്ള ഇത് എനിക്ക് ചെയ്യുന്നത് അറിയില്ല. ഇതിൽ നമുക്ക് ഈ മറ്റേ റെഡ് ചട്നി സാധനം തന്നു. ഇത് ഉള്ളിയല്ലേ അമ്മ? ഉള്ളി തന്നു.
അപ്പോൾ ഇത് കഴിച്ച് നോക്കാം ഈ മറ്റേ. അപ്പം അടുത്ത ഐറ്റം വന്നു, ഇതാണ് തബക് മാസ്. അപ്പം ഇത് ആണ് നമ്മുടെ പ്ലാറ്ററിൻ്റെ സ്റ്റാർട്ടർ. ഇതൊരു അടിപൊളി യമണ്ടൻ സാധനമാണ് കേട്ടോ, ഒന്നും പറയാനില്ല. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. ഞാൻ ആക്ച്വലി അവിടെ ഇരുന്ന് തന്നെ ഇതെല്ലാം റെക്കോർഡ് ചെയ്തതാണ്. പക്ഷേ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് പ്ലേ ചെയ്യുന്നതുകൊണ്ട് കോപ്പിറൈറ്റ് അടിക്കും എന്നുള്ളതുകൊണ്ട് ഞാനത് കട്ട് ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഇത് മട്ടൺ റിബ്സാണ്, മട്ടൺ റിബ്സിൻ്റെ ഒരു പീസാണ്. ഇതിൽ പല പല ലെയേഴ്സ്, ഓരോ ലെയറും സെപ്പറേറ്റ് ആയിട്ട് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ ടോപ്പ് മോസ്റ്റ് ലെയറാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അത് ഭയങ്കര ക്രിസ്പാണ്. അതായത് നമ്മളത് കഴിക്കുമ്പോൾ എൻ്റെ മൈക്കിൽ കൂടെ ആക്ച്വലി അത് ആ ക്രിസ്പ്നെസ് എൻ്റെ ഒച്ച കേൾക്കാമായിരുന്നു, അത്രയും ക്രിസ്പാണ്. അതിൻ്റെ അടിയിൽ ഒരു ലെയർ ഓഫ് ഫാറ്റ് ഉണ്ട്. അപ്പോൾ പുള്ളി ഇത് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. അവരുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഡിഷാണിത്. അപ്പം ഇത് ബാംഗ്ലൂരുള്ള ഗോട്ടിൻ്റെ ആയതുകൊണ്ടാണ് ആ ഒരു ഫാറ്റ് ലെയർ വരുന്നത്. കശ്മീരി ടൈപ്പ് ഓഫ് ഗോട്ടിന് ആ ഒരു ഫാറ്റ് ഉണ്ടാവില്ല. അപ്പം ആ ഒരു ലെയർ ഓഫ് ഫാറ്റും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ടേസ്റ്റും ഇതിലും കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. ഇത് തന്നെ ഹെവനാണ്. അപ്പോൾ ഇതിലും കൂടുതൽ ടേസ്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മോ ഒന്നും പറയാനില്ല, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഇത് ഒന്നിച്ചിങ്ങനെ കഴിക്കണം. അതുപോലെ ഇത് വെൽ കുക്ക്ഡാണ്. അതായത് റിബ്സിൻ്റെ ഇടയിൽ ഇങ്ങനെ വിട്ട് പോരും, അത്രയും കുക്ക്ഡാണിത്. സൂപ്പർ സാധനമാണ്. മറിയത്തിനും ഭയങ്കര ഇഷ്ടപ്പെട്ടു. സൂപ്പർ സാധനമാണ് കേട്ടോ. അതിങ്ങനെ ഭയങ്കര ജ്യൂസി ആയിട്ട്, എന്നാൽ ഇത് ഒട്ടും എന്താ പറയുന്നത്, ഹാർഡല്ല. അത്രയും ഫ്രൈ ആണെങ്കിലും ഹാർഡല്ല. കണ്ടോ ആ ലെയേഴ്സ് കണ്ടാൽ തന്നെ അറിയാം അതിൻ്റെ ടേസ്റ്റ് എന്തോരം ഉണ്ടെന്ന്. അപ്പം നമ്മുടെ സ്റ്റാർട്ടർ കഴിഞ്ഞ് ഞാൻ അടുത്തത് കഴിച്ചിരിക്കുന്നത് സാഫ്രൺ റൈസാണ് ആ പ്ലാറ്ററിൽ വരുന്നത്, റൈസ് ഐറ്റം. അതിൻ്റെ കൂടെ ഒരു 4 കറീസാണ് വരുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞതുപോലെ തന്നെ ഇത് കഴിക്കുന്നതിന് ഒരു ഓർഡറുണ്ട്, ഒരു സീക്വൻസ് ഉണ്ട്. അപ്പം കുറച്ച് റൈസ്, സാഫ്രൺ റൈസ് കുറച്ച് റൈസ് എടുക്കുക. അതിന് ആദ്യം കഴിക്കേണ്ട കറി എന്ന് പറയുന്നത് റിസ്തയാണ്. റിസ്ത അത് ഒരു കോഫ്ത, അതിൽ കോഫ്ത ആണ് അതിൽ ഉള്ളത്. ഒരു കോഫ്തയാണ് കേട്ടോ അതിലുണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു. പുള്ളി അത് ഈക്വലായിട്ട്, എങ്ങനെ അത് അത്ര കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്തെന്നറിയില്ല. പുള്ളി അവിടെ ഇരുന്ന് ക്ഷമയോടെ വളരെ നന്നായിട്ട് അത് ഈക്വൽ 3 പാർട്സായിട്ട് അത് ഡിവൈഡ് ചെയ്ത് തന്നു. ഭയങ്കര നല്ലൊരു സർവീസാണ് കേട്ടോ. സർവീസ് എന്ന് പറഞ്ഞാൽ പോരാ, അവരുടെ വീട്ടിൽ ചെന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അതിഥികളോട് എങ്ങനെ പെരുമാറുന്നു അതുപോലെയാണ് നമ്മളോട് അവർ പെരുമാറിയത്. അപ്പം ഈ കോഫ്തേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം ഈ വീഡിയോയുടെ ബിഗിനിങ്ങിൽ നമ്മുടെ ആ ഭിത്തിമയുള്ള വാളിലുള്ള പിക്ചേഴ്സ് കാണിച്ചായിരുന്നു. അപ്പോൾ അതിൽ ഒരു പിക്ചറിൽ ഈ മട്ടൻ്റെ മീറ്റ് ഒരാൾ ഹാമർ വെച്ച് അടിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹാമർ വെച്ച് അടിച്ച് ഈ മീറ്റ് അടിച്ച് പിന്നീട് അതിനെ കോഫ്ത രൂപത്തിലാക്കിയിട്ടാണ് ഈ കറിയിലേക്ക് ഇടുന്നത്. ഭയങ്കര ടേസ്റ്റായിരുന്നു. ആ കോഫ്ത ആയിക്കോട്ടെ, ആ ഒരു ഗ്രേവി ആയിക്കോട്ടെ, ഇതിന് ഭയങ്കര ടേസ്റ്റാണ്. ആ സാഫ്രൺ റൈസിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു, ഭയങ്കര യമ്മി ആയിരുന്നു. അപ്പം ഇത് നമ്മൾ ആ റൈസിൻ്റെ കൂടെ തന്നെ കുഴച്ചിട്ട് കഴിക്കണം. അതുപോലെ ആ കോഫ്ത ആയിക്കോട്ടെ ഭയങ്കര ജ്യൂസി, ഭയങ്കര റിച്ച് ഫ്ലേവേഴ്സ് ആയിരുന്നു, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പം നമ്മൾ നന്നായിട്ട് അത് എൻജോയ് ചെയ്ത് തന്നെ അത് കഴിച്ചിട്ടോ. അപ്പം പുള്ളി അവിടെ അടുത്തിരുന്ന് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അറിയോ, അതിൽ ഇതുപോലെ തന്നെ ഓരോ കറിയിലും ഓരോ പീസാണുള്ളത്. അടുത്തത് മട്ടൺ റോഗൻ ജോഷാണ്. അതിലൊക്കെ ഒരു മട്ടൺ പീസ് പുള്ളി 3ആയിട്ട് ഡിവൈഡ് ചെയ്യുവാണ് കേട്ടോ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അടുത്തത് നമ്മൾ കുറച്ച് സാഫ്രൺ റൈസ് എടുത്തു. പിന്നെ നമ്മൾ എടുക്കുന്നത് മട്ടൺ റോഗൻ ജോഷാണ് കേട്ടോ. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കശ്മീരി ഡിഷാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ പല സ്ഥലത്തുനിന്ന് ഇത് കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇത്രയും ഒത്തൻറ്റിക് ആയിട്ട് ഇത്രയും ടേസ്റ്റോടെ ഞാൻ വേറെ ഒരിടത്തുനിന്നും കഴിച്ചിട്ടില്ല. ഇതിൻ്റെ ഗ്രേവി ഓഫ് കോഴ്സ് പുള്ളി പറഞ്ഞതുപോലെ നമ്മുടെ റിസ്തയുടെയും മട്ടൺ റോഗൻ ജോഷിൻ്റെയും ഗ്രേവി സിമിലർ ആണ്, ബട്ട് ഡിഫറെൻറ്റ് ടേസ്റ്റ് ആണ് ഡെഫിനറ്റ്ലി. മട്ടണൊക്കെ വെൽ കുക്ക്ഡ് ആണ്. എന്ത് സ്വാദാണെന്നറിയോ, ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുൾ മീൽ ഞാൻ ഇതുവരെ ഒരിടത്തുനിന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ബിലീവ് മീ, ഇറ്റ്സ് ഹെവൻ. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതും വെൽ കുക്ക്ഡാണ് മീറ്റൊക്കെ. അടുത്ത ഐറ്റം നമ്മൾ കഴിക്കുന്നത് സാഫ്രോൺ റൈസും പിന്നെ മിർച്ചി കുറുമയാണ് കേട്ടോ. അത് എരിവുണ്ട്, അത് പുള്ളി പറഞ്ഞായിരുന്നു കുറച്ച് സ്പൈസി ആണെന്ന്, പക്ഷേ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. എനിക്ക് അത്ര സ്പൈസി ഫുഡ് അത്ര ഇഷ്ടപ്പെടുന്ന ഒരാളല്ല, പക്ഷേ ഇതിൻ്റെ ഒരു ടേസ്റ്റ് കൊണ്ട് നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം. ആദ്യത്തെ 2 എണ്ണം ഒട്ടും സ്പൈസി അല്ല, ഇത് കുറച്ച് സ്പൈസിയാണ്, കുറച്ച് നന്നായിട്ട് തന്നെ സ്പൈസിയാണ്, പക്ഷേ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അടിപൊളി ഡിഷായിരുന്നു കേട്ടോ. അപ്പം അതും കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഫൈനൽ ലാസ്റ്റ് നമ്മൾ കഴിക്കുന്നത് കുറച്ച് റൈസും
ഗോസ്താക്ക യഖ്നി എന്ന് പറയുന്ന കറിയാണ്. പ്രൊനൗൺസ് ചെയ്യുന്നത് ചിലപ്പോൾ തെറ്റായിരിക്കും കേട്ടോ, ക്ഷമിക്കുക. അപ്പം പുള്ളി തന്നെ പറയുന്നുണ്ട് ആ കറിയുടെ പേരെന്താണെന്ന്. അപ്പം വീഡിയോയുടെ ആ തുടക്കത്തിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഒരു റോയൽ ഡിഷാണെന്നാണ് പറയുന്നത്. പാലസിലൊക്കെ സെർവ് ചെയ്യുന്ന, പാലസിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ് ഇത്. ഒരു മീലിൻ്റെ ഏറ്റവും ലാസ്റ്റായിട്ടാണ് കൊടുക്കുന്നത്. നമ്മൾ ആ മിർച്ചിക്ക കുറുമ കഴിച്ചിട്ട് ഭയങ്കര എരിഞ്ഞിരിക്കുമ്പം ഇത് ഭയങ്കര കുറച്ച് സ്വീറ്റ്, കുറച്ച് ബട്ടറി, കുറച്ച് സൂത്തിങ് ആയിട്ടുള്ളതാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റിയാണ്, ഭയങ്കര റിച്ചാണ്, ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. അതിലും ഒരു കോഫ്ത പീസാണ് കിടക്കുന്നത്. അപ്പം ഒരു മീൽ എൻഡ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഡിഷ് തന്നെയായിരുന്നു ഈ സംഭവം. അടിപൊളിയായിരുന്നു. ഫുൾ മീല് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ഒന്നിനും ഒരു കുറ്റവും പറയാനില്ല. ഭയങ്കര ഹെവി പ്ലാറ്ററായിരുന്നു. ക്വാണ്ടിറ്റി നമ്മൾക്ക് സഫീഷ്യൻ്റ് ആയിരുന്നു. 3 പേര് കൂടിയാണ് നമ്മൾ കഴിച്ചത്, 2 പേർക്ക് ഉള്ള പ്ലാറ്റർ. പക്ഷെ എല്ലാം ഭയങ്കര റിച്ച് ആയിരുന്നതുകൊണ്ട് തന്നെ മറിയൊക്കെ കംപ്ലീറ്റ്ലി ഔട്ടായിട്ട്, മറിയത്തിന് ഇനി കിടന്നാൽ മതി എന്നാണ് പറയുന്നത്. ഇവിടെ തന്നെ കിടന്ന് ഉറങ്ങുമെന്ന് അറിയില്ല. ഇനി നമുക്ക് ഒരു കശ്മീരി ടീ വരുന്നുണ്ട്, കാവ, സാഫ്രൻ ടീ, അവരുടെ സ്പെഷ്യൽ കാവ വരുന്നുണ്ട്. പിന്നെ ഒരു ഫെർണി, ഒരു ഡെസേർട്ടും കൂടെ വരുന്നുണ്ട്. അത് രണ്ടും കൂടെ കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് ഫിനിഷ് ചെയ്തു. കഴിച്ച ഓരോ ഐറ്റംസും അടിപൊളിയായിരുന്നു. സർവീസ് അടിപൊളിയായിരുന്നു. അടിപൊളി സ്ഥലം, അടിപൊളി ആംബിയൻസ്, ഭയങ്കര ഒരു ഔട്ട് ഓഫ് ദി വേൾഡ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. വെരി നൈസ്. എനിക്ക് തോന്നുന്നത് എനിക്ക് കഴിക്കാൻ പറ്റും. കുഴപ്പമില്ല, ഞങ്ങൾ കഴിച്ചോളാം. താങ്ക് യു, ഞാനൊരു സ്പൂൺ കഴിച്ചോളാം. അപ്പം ഇതാണ് കശ്മീരി കാവ. കാവയുടെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ ആ പ്ലാറ്ററിലുണ്ടായിരുന്ന കാവ ഇതാണ്. സാഫ്രൺ ടീ ആണ്. സാഫ്രണും ആൽമണ്ട്സും ഒക്കെ ഇട്ട ടീ ആണ്. അതിൽ ഏലക്കയുണ്ട്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ കാവ. ഭയങ്കര സൂത്തിങ് ആയിരുന്നു, ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ഇതൊക്കെ ഈ ഒരു ഫുൾ മീൽ കഴിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഫീലാണ്. ഭയങ്കര സൂപ്പറായിരുന്നു. അപ്പം ഈ ഒരു കാവയുടെ ടേസ്റ്റ് കാരണം ഞാൻ ഒരു കാവയും കൂടെ ഓർഡർ ചെയ്തു കേട്ടോ. ഇത് ആക്ച്വലി പ്ലാറ്ററിലില്ല, നമ്മൾ എക്സ്ട്രാ ഓർഡർ ചെയ്തതാണ്. ഇത് ഒരു റൂട്ടിൻ്റെ കാവയാണ്, ഒരു റൂട്ട് ഇട്ടിട്ടുള്ള കാവയാണ്. ആ റൂട്ട് ഒരു മധുരമുള്ള റൂട്ടാണെന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഇരട്ടി മധുരം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതിട്ട കാവയാണ്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ, കാരണം ഇതിന് ഭയങ്കര ഒരു കുത്തുണ്ടായിരുന്നു. അപ്പം ഇവർ ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള സംഭവമാണ് കേട്ടോ. ഇതും അതെ, ഇരട്ടി മധുരം അറിയാം, ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള സംഭവമാണ്. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ആദ്യത്തെ കാവ സൂപ്പറായിരുന്നു. അപ്പം പ്ലാറ്ററിൽ കൂടാതെ ഞാൻ ഒന്നും കൂടെ ഓർഡർ ചെയ്തത്, അത് ഫ്ലോപ്പായിപ്പോയി. അത് മാത്രമേ ഫ്ലോപ്പായുള്ളൂ. ബാക്കി എൻ്റെ ഡിന്നർ സൂപ്പറായിരുന്നു. ഒരു 100% ആർക്ക് വേണമെങ്കിലും റെക്കമെൻഡ് ചെയ്യാവുന്ന ഒരു ഒത്തൻറ്റിക് കശ്മീരി റെസ്റ്റോറൻ്റ് ആണ്. അപ്പം ബാംഗ്ലൂരൊക്കെ പോകുമ്പം അല്ലെങ്കിൽ ബാംഗ്ലൂരുള്ളവർ ഡെഫിനറ്റായിട്ടും ഒന്ന് വിസിറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു. അപ്പം നമ്മുടെ വീഡിയോ കഴിഞ്ഞിട്ടില്ല, ഡെസേർട്ടും കൂടെ ഉണ്ട്. ഡെസേർട്ട് എങ്ങനെയുണ്ടെന്ന് അറിയണ്ടേ? അപ്പോൾ ഒരു ഫിർണി ആയിരുന്നു. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. നല്ല കുറച്ച് തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഒരു സാഫ്രൻ്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. വളരെ സൂത്തിങ് ആയിരുന്നു. ഓവറായിട്ട് മധുരമൊന്നുമില്ല. അപ്പം ഈ ഡെസേർട്ടോടുകൂടി ഇന്നത്തെ വ്ളോഗും നമ്മുടെ ഡിന്നറും അവസാനിക്കുകയാണ്. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു സോ മച്ച്.